ഗ്രീൻ ലൈഫ് ആർട്ട് ഹബ്ബിൽ ഇന്ന് വളരെ രസകരമായ ഒരു പുസ്തകമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്രീശോഭ എഴുതിയ ഒരു മാപ്രയുടെ FB കുറിപ്പുകൾ. ശ്രീശോഭ എഴുതിയിട്ടുള്ള ഒരു മാപ്രയുടെ FB കുറിപ്പുകൾ എന്ന ഈ പുസ്തകം അടിമുടി സരസമാണ്. ചാക്യന്മാരുടെ ഭാഷ പറഞ്ഞാൽ അടിമുടി സരസം ആണ്. ഈ പുസ്തകത്തിൻ്റെ രൂപവും സരസമാണ്, ഇതിൻ്റെ ഭാവവും സരസമാണ്, ഇതിൻ്റെ ആഖ്യാന രീതിയും സരസമാണ്. ശ്രീശോഭ മൊത്തത്തിൽ സരസശോഭൻ ആണ്. ഇതിൽ 39 ഓർമ്മക്കുറിപ്പുകൾ FBയിൽ ശ്രീശോഭ എഴുതിയിട്ടുള്ള 39 കുറിപ്പുകൾ ഇതിലുണ്ട്. ഈ ശ്രീശോഭ ആരാന്ന് ചോദിച്ചാൽ, ശ്രീശോഭ കേരളർമേലെ പഠിക്കുകയും അദ്ദേഹം പത്രപ്രവർത്തകനാണ്, അദ്ദേഹം അഡ്വക്കേറ്റാണ്, വക്കീലാണ്. വേറൊരു ഭാഷ പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ 2 തൂണുകളിൽ, അതായത് ജുഡീഷ്യറിയിലും മീഡിയയിലും ഒപ്പം പ്രവർത്തിക്കുന്ന 2 വഞ്ചിയിലും കാലിട്ടിട്ടുള്ള, 4 വഞ്ചിയുണ്ട് ജനാധിപത്യത്തിന്, ഇത് 2 വഞ്ചിയിലും കാലിട്ടിട്ടുള്ള ഈ ശ്രീശോഭിൻ്റെ ഒരു മാപ്രയുടെ FB കുറിപ്പുകൾ എന്നീ പുസ്തകം ഓർമ്മ, പരിചയം, അനുഭവം ഇത് സമർപ്പിച്ചിരിക്കുന്നത് ലൈക്കടിച്ചു കൂടെ നിന്നവർക്ക് എന്നാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് പ്രണയലേഖനം ലൈനടിച്ചു കൂടെ നിന്നവർക്ക് സമർപ്പിക്കുകയാണെങ്കിൽ, ഈ പുസ്തകം ശ്രീശോഭ സമർപ്പിച്ചിട്ടുള്ളത് ലൈക്കടിച്ച് കൂടെ നിന്നവർക്ക് എന്ന അവർക്കാണ് സമർപ്പണം ഈ പുസ്തകം. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഇതിൻ്റെ ഒരു സ്വഭാവം, ഇതിൻ്റെ സരസ്വത്വത്തിൻ്റെ സ്വഭാവം ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഒരു മാപ്രയുടെ FB കുറിപ്പ് എന്നാണ്. മാപ്രകളാണ്. മാപ്ര എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ. മാപ്രാണത്ത് താമസിക്കുന്നവനെയും വേണമെങ്കിൽ മാപ്ര എന്ന് പറയാം, അല്ലെങ്കിൽ മാപ്രകളുടെ ആസ്ഥാനം മാപ്രാണെന്നും നമുക്ക് പറയാം. പക്ഷേ മാപ്ര എന്നത് നിൽക്കുന്നത് മാധ്യമ പ്രവർത്തകൻ. മാധ്യമ പ്രവർത്തകരോളം സമീപകാലത്ത് വിമർശന വിധേയമായിട്ടുള്ള ആരോപണങ്ങൾക്ക് ശരവ്യം പഴയ ഭാഷ പറഞ്ഞ ആരോപണങ്ങൾക്ക് ശരവ്യമായിട്ടുള്ള ആളുകൾ ഇല്ല. മുമ്പ് അത് പോലീസുകാരായിരുന്നു, ഇപ്പോൾ പോലീസുകാർക്കുണ്ടില്ലേ ഇല്ല. എന്തായാലും മാധ്യമ പ്രവർത്തകർ, അതിപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരു കുട്ടി മിസ്സിങ് ആയിപ്പോൾ, ഒരു കുട്ടിയെ കാണാതായപ്പോൾ ആ കുട്ടിയെ വീട്ടിൽ മാധ്യമ പ്രവർത്തകർ മുഴുവൻ കയറി ചെന്ന് അവരുടെ മൈക്കിന് പേര് ഗൺമൈക്ക് തോക്ക് മൈക്ക് അത്ര നേരമുണ്ടാവും. ഈ തോക്ക് മൈക്ക് കൊണ്ടിങ്ങനെ നടക്കുക. എപ്പോഴാണ് പൊട്ടുകയെന്ന് ശല്യം പൊട്ടിക്കേണ്ടത്. അപ്പം അങ്ങനെ ഔചിത്യം നോക്കാതെ, മരണ വീട്ടിലായാലും ശരി, കുട്ടിയെ കാണാതായ വീട്ടിലായാലും ശരി, ഔചിത്യം നോക്കാതെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തനം ഇല്ല. എന്നാൽ മാധ്യമങ്ങളെ നിയന്ത്രിച്ചാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടസ്സമാവുമോ എന്നും. അപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആവിയിൽ വേവിക്കുന്ന പലഹാരം, ഇഡ്ഡലി, പുട്ട് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അത് നിൽക്കട്ടെ. അപ്പം എന്തായാലും ഔചിത്യത്തോടുകൂടിയുള്ള മാധ്യമ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ്. അപ്പം എങ്ങനെ ഈ ശ്രീശോഭിൻ്റെ ഈ പുസ്തകത്തിലെ 13ാമത്തെ കുറിപ്പ് വളരെ ശ്രദ്ധേയമുള്ളൊരു കുറിപ്പാണ്. ഇരട്ട ക്ലൈമാക്സ് ഉള്ള കഥ എന്നാണ് ഇതിൻ്റെ പേര്. അദ്ദേഹം ഒരു കഥാമത്സരത്തിൽ പങ്കെടുത്തപ്പോൾ അതിൽ സമ്മാനം കിട്ടുകയും അത് പത്രത്തിൽ വന്നപ്പോൾ ശ്രീശോഭിലെ ആ ചന്ദ്രക്കല പോയി, ശ്രീശോഭ എന്നായി. അത് സ്ത്രീകളെ എഴുത്തിൽ മുന്നോട്ട് വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പത്രത്തിൽ റിപ്പോർട്ട് വരികയും പിറ്റേ ദിവസം അദ്ദേഹം ആ പത്രക്കാരനെ കണ്ട് അയാളെന്ന് 2-4 വർത്താനം ഇങ്ങോട്ട് കേട്ടു, മര്യാദയ്ക്ക് പേരിടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ വർത്താനം കേൾക്കുകയും അത് തിരുത്തി മേടിക്കുകയും ചെയ്ത ഒരു രസകരമായ അനുഭവമാണ് ഈ ഇരട്ട ക്ലൈമാക്സ് ഉള്ള ഈ കഥയിൽ. അപ്പം ഇങ്ങനെ ഇതിൽ നിന്ന് തന്നെ പിന്നെ ഇതിൻ്റെ ഈ പുസ്തകത്തിൽ ശ്രീശോഭിൻ്റെ പടം കൊടുത്തേക്കണുണ്ട്. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൊരു കുസൃതി, കണ്ണടയുടെ രസികത്വം, മൊത്തത്തിൽ ഒരു കുസൃതി നിറഞ്ഞ, അതേസമയം അർത്ഥതലങ്ങളുള്ള, വെറുതെ അങ്ങോട്ട് ലൈറ്റായിട്ട് വായിച്ച് പോവാം എങ്കിലും ലൈറ്റായിട്ട് വായിച്ചു പോകാമെങ്കിലും അതിൽ വളരെയധികം എന്താ പറയുക, നർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ സമകാലിക വിമർശനത്തിൻ്റെയും അതുപോലെ തന്നെ പുതിയ പുതിയ കാഴ്ചകളുടെയും അടരികൾ, അതെ, സാഹിത്യ നിരൂപണത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ അടരികൾ ഈ ശ്രീശോഭ സമർത്ഥമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. 30ാമത്തെ കഥയുടെ പേര് അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പിൻ്റെ പേര് കമ്മിങ് സൂൺ ബാഹുബലി എന്നാണ്. അതുപോലെ സംഖ്യകാലത്തെ അമ്മ ദൈവങ്ങൾ, അങ്ങനെ പല പേരുകളിലും എഴുതുന്ന കാൽപന്തിലെ കച്ചവട കാഴ്ചകൾ, അങ്ങനെ തുടങ്ങിയിട്ട് 39 കുറിപ്പുകൾ ഇതിലുണ്ട്. പിന്നെ ഇതിൽ എന്നെ ആകർഷിച്ച മറ്റൊരു കുറിപ്പ് മേനോനും ബാസ്റ്റിനും എന്നുള്ളതാണ്. അതായത് പല പരിപാടികൾക്ക് മുമ്പ് സംഘാടകരെ ഔചിത്യം നോക്കാതെ പരിപാടികളിൽ ആളെ പങ്കെടുപ്പിക്കും. അങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ പരിപാടികൾക്ക് പോകുന്ന ആളായതുകൊണ്ട് എനിക്കൊരനുഭവം, ഞാനും സുകുമാർ അഴീക്കോട് മാഷും ഒരു വേദിയിലുണ്ടായിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഘനഗംഭീരമായ സാഗരഗർജനം പോലത്തെ പ്രസംഗം കേൾക്കാനും എൻ്റെ ഈ നിങ്ങൾക്കറിയാലോ ഈ നർമ്മം ഇങ്ങനെ കേൾക്കാൻ ആളുകൾ വരുമ്പോൾ ഈ അതിന് അഴീക്കോട് മാഷക്ക് അഴീക്കോട് മാഷിൻ്റെതായ സദസ്സും എനിക്ക് എൻ്റെ കേൾക്കാൻ പറ്റുന്ന വേറെ ആൾക്കാരുമാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു അനുഭവം, ഒരിക്കൽ കോളേജിൽ ആനന്ദ് പട്വർദ്ധനെയും കലാഭവൻ മണിയെ ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പോൾ കലാഭവൻ മണിയുടെ പ്രസംഗം തുടങ്ങിയപ്പോൾ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി. ആനന്ദ് പട്വർദ്ധനത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആനന്ദ് പട്വർദ്ധൻ സംഘാടകരോട് ചോദിച്ചു ഉത്തര വൂ ഈസ് ദിസ് കൊമേഡിയൻ എന്ന്. ചോദ്യത്തിൻ്റെ സാഹചര്യം ഇന്നത്തെ ജനപ്രിയരല്ലാത്ത സിനിമക്കാർ തിരിച്ചറിയുന്നു എന്നൊരു കമൻറ്റ് ഇതിലുണ്ട്. അതുപോലെ തന്നെ വേദിയിൽ കവിത ചൊല്ലുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അദ്ദേഹം ഇപ്പോൾ സീരിയലിലൊക്കെ സിനിമയിലൊക്കെ ധാരാളം അഭിനയിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ നോക്കിയിട്ട് നമ്മുടെ പൊരുത്തത്തിലെ ഡാവലടാ ഇതെന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചോ എഴുത്തിനെക്കുറിച്ചോ സാഹിത്യത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവനയുടെ ഗരിമയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ആളുകൾ ഇവിടെ പൊരുത്തത്തിലെ ഡാവലടാ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഔചിത്യമറിയാതെ ഈ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിൻ്റെ ഒരു വെർഷൻ ഇതിലെ മേനോനും ബാസ്റ്റിനും എന്ന് പറയുന്ന 15ാമത്തെ കഥയിലുണ്ട്. അപ്പം ഇങ്ങനെ അടിമുടി, ഞാൻ പറഞ്ഞു അടിമുടി സരസമാണ് ഈ പുസ്തകം. അതേസമയം അത് ചിന്തോദ്ദീപകവും ആണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഐവറി ബുക്സ് തൃശ്ശൂരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ മാപ്രയുടെ കുറിപ്പുകൾ ആ നാസം ആ കണ്ഠം, അതായത് മൂക്കറ്റം അങ്ങോട്ട് വായിക്കുക.